നമസ്കാരം. ദുബായ് വിസിറ്റ് വിസ ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ഇനി അപ്ലൈ ചെയ്യുമ്പോൾ, ഇന്നു മുതൽ അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചധികം ഡോക്യുമെന്റുകൾ വേണം എന്നൊരു നിയമം ഇന്ന് GDRFA പുറത്തിറക്കിയത് സംബന്ധിച്ച് ഇതിനകം തന്നെ നിങ്ങളിൽ കുറച്ചു പേരെങ്കിലും അറിഞ്ഞിട്ടുണ്ടാകും. എളുപ്പത്തിൽ ഒരു പാസ്പോർട്ട് കോപ്പിയും ഫോട്ടോയും കൊടുത്തുകൊണ്ട് പരമ്പരാഗതമായി ദുബായിൽ നിന്ന് വിസിറ്റ് വിസ എടുക്കുന്ന സമ്പ്രദായത്തിൽ നിന്ന് മാറി മറ്റു പല രാജ്യങ്ങൾ, ഉദാഹരണത്തിന് ഷെങ്കൻ വിസയൊക്കെ എടുക്കാൻ പോകുന്നത് പോലുള്ള ഇൻവിറ്റേഷൻ അടക്കമുള്ള കാര്യങ്ങൾ, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, തിരിച്ചു പോകുമെന്നുള്ള കമ്മിറ്റ്മെന്റ് ലെറ്റർ, ഇങ്ങനെ പല കാര്യങ്ങളും വേണം. ഇക്കൂട്ടത്തിൽ ഇതൊക്കെ നേരത്തെ ഇന്ന് ഉച്ചയ്ക്ക് ആ വിവരം അറിയുന്നതിനും ആ സമയത്ത് തന്നെ ദുബായ് വാർത്തയിലൂടെ പ്രത്യേക വീഡിയോ ചെയ്ത് അറിയിച്ചതാണ്. നിങ്ങളിൽ 10,000 കണ്ടതാണ്, പ്രതികരിച്ചതാണ്, സംശയങ്ങൾ ചോദിച്ചതാണ്. എങ്കിലും ഒരു സുപ്രധാനമായ സംശയം അവശേഷിക്കുന്നു. ഇതിലൊക്കെ ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണം എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി അതുകൂടി കൊടുക്കണം വിസിറ്റ് വിസ കിട്ടാൻ വേണ്ടി ദുബായിൽ നിന്നും. അതിൽ 2 കാര്യങ്ങൾ ഒരു സംശയമായി അവശേഷിക്കുന്നുണ്ട്. ഒന്ന്, ഒരു ഗ്യാരണ്ടറുടെ എമിറേറ്റ്സ് ID വേണം എന്ന് പറയുന്നു. ഗ്യാരണ്ടർ എന്ന് പറയുന്നത് നമ്മുടെ ബന്ധുവോ അല്ലെങ്കിൽ സുഹൃത്തോ UAE ഉണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുക്കേണ്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണോ വേണ്ടത്, അതോ നാട്ടിൽ നിന്ന് വിസിറ്റ് വിസയിൽ വരാനിരിക്കുന്ന ആളിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആണോ വേണ്ടത് എന്ന കാര്യത്തിൽ ഒരു സംശയം അവശേഷിക്കുന്നു. ഞങ്ങൾ അന്വേഷിച്ച കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം വ്യക്തമായൊരു മറുപടി കിട്ടിയില്ലെങ്കിലും ഒരുപക്ഷെ എമിറേറ്റ്സ് ID ഏതെങ്കിലും ബന്ധുവോ സുഹൃത്തോ കൊടുക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും വയ്ക്കാൻ സാധ്യത എന്ന കാര്യം മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതല്ല, ഞങ്ങൾ ഹോട്ടലിലാണ് താമസിക്കുന്നത്, ബന്ധുവും സുഹൃത്തുമൊന്നുമില്ല എന്ന രൂപത്തിലാണ് ഒരാൾ വരുന്നതെങ്കിൽ, അല്ലെങ്കിൽ താമസിക്കുന്ന സ്ഥലവുമായി നമ്മൾ ഏതെങ്കിലും ഒരാളെ ബന്ധപ്പെടുത്താതെ കണ്ടുള്ള ഒരു അഡ്രസ് പ്രൂഫാണ് ഇവിടെ കൊടുക്കുന്നതെങ്കിൽ ഈ വരുന്ന സന്ദർശകന്റെ തന്നെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, വരുമാനം എത്രയാണെന്നൊക്കെ കാണിക്കുന്ന ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, എത്ര പൈസ വന്ന് എങ്ങനെ പോകുന്നു എന്ന് കാണിക്കുന്ന ഒരു ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ടി വരും. ഒന്നുകിൽ UAE ആളുടെ, അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് വരുന്നയാളുടെ. രണ്ടാണെങ്കിലും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണ്ടി വരും എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പല പാശ്ചാത്യ രാജ്യങ്ങളും വിസ കൊടുക്കുന്നതിന് വേണ്ടി പരിപാലിക്കുന്ന നിയമങ്ങൾ ദുബായിലും ഇന്നു മുതൽ ഇംപ്ലിമെന്റ് ആകുന്നു എന്നാണ്. ഇന്ന് ഉച്ച തിരിയുന്നതുവരെ അപ്ലൈ ചെയ്തിട്ടുള്ള വിസകൾക്കൊന്നും, ആപ്ലിക്കേഷനൊന്നും ഇത് ബാധകമായിട്ടില്ല, കിട്ടുകയും ചെയ്തു. എന്നാൽ വൈകുന്നേരം അങ്ങനെയല്ല. അടുത്ത ദിവസം മുതൽ കൃത്യമായും ഈ രേഖകളൊക്കെ തന്നെ വേണം. റിട്ടേൺ ടിക്കറ്റ് വേണം. അങ്ങനെ ഒരു 5-6 കാര്യങ്ങൾ കരുതണം. ഇവിടെയുള്ള ഒരാളുടെ എമിറേറ്റ്സ് ID, അതുപോലെ അഡ്രസ്, എവിടെ സ്റ്റേ ചെയ്യുന്നു എന്ന കാര്യം നേരത്തെ തന്നെ പ്രത്യേകിച്ച് അവിടെ ഫില്ല് ചെയ്യണം. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വേണം, പാസ്പോർട്ട് വേണം, റിട്ടേൺ ടിക്കറ്റ് കോപ്പി വേണം, ഇൻവിറ്റേഷൻ വേണം. കോൺഫറൻസിലോ മറ്റോ പങ്കെടുക്കാൻ വരുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ എക്സിബിഷനിൽ പങ്കെടുക്കാൻ വരികയാണെങ്കിൽ എന്ത് എക്സിബിഷൻ, ആര് നടത്തുന്നു, അതിൽ ഇൻവിറ്റേഷൻ എന്താണ്, അതും കൂടി വെക്കേണ്ടി വരും. ഏറ്റവും പ്രധാനം മറ്റൊന്ന്, കമ്മിറ്റ്മെന്റ് ഓഫ് റിട്ടേൺ, വന്നിട്ട് തിരിച്ചു പോകും എന്ന് എഴുതി കൊടുക്കേണ്ടി വരും. അതിവിടെ കഴിയുന്ന ബന്ധു എഴുതി കൊടുക്കണമോ, നാട്ടിൽ നിന്ന് വരുന്നയാൾ എഴുതി കൊടുക്കണമോ, റിട്ടേൺ ടിക്കറ്റ് ഉണ്ടെങ്കിലും അത് വേണ്ടി വരും. മുമ്പൊക്കെ വിസ കിട്ടിയ ശേഷം നമ്മൾ റിട്ടേൺ ടിക്കറ്റ് എടുക്കാൻ പോകും, അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കാൻ പോകും. ഇനിയിപ്പോൾ എടുത്ത ടിക്കറ്റ് കാണിച്ചിട്ട് വേണം വിസയ്ക്ക് അപേക്ഷിക്കാൻ എന്നതാണ് നിയമം. അതിനെ മറികടക്കാനുള്ള ഉപായങ്ങളല്ല ആലോചിക്കേണ്ടത്, ആ നിയമവുമായി എങ്ങനെ പൊരുത്തപ്പെട്ട് പോകാൻ പറ്റും എന്നാണ് ആലോചിക്കേണ്ടത്. മറ്റുള്ള എമിറേറ്റുകളിൽ നിന്നൊന്നും ഇപ്പോൾ വിസ കൊടുക്കുന്നില്ല. വിസിറ്റ് വിസ ആകെ കൊടുക്കുന്നത് ദുബായിൽ നിന്നാണ്. അവിടെ ഇങ്ങനെ ഒരു കൺട്രോൾ കൂടി വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇത്രയും പ്രാധാന്യത്തിൽ പറയുന്നത്. ഇനി ഇവിടെ സ്വീകരിക്കാൻ നിൽക്കുന്ന, അഭയം തരാമെന്ന് പറഞ്ഞ, ഒരു ബെഡ് തരാമെന്ന് പറഞ്ഞ ഒരു ബന്ധുവിൻ്റെ സുഹൃത്തിൻ്റെ, അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെന്റാണ് കൊടുക്കേണ്ടി വന്നാൽ, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കൊടുക്കേണ്ടി വന്നാൽ പലരും ഇതിൽ നിന്ന് ഊരിപ്പോകും. ഇനി അത് പബ്ലിക്കാക്കിയിട്ട് പല ഇടപാടുകളും നമ്മുടെ ബാങ്കിലൂടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ലോകത്ത് അറിയിക്കേണ്ട കാര്യമുണ്ടോ എന്ന് കരുതി മറ്റെന്തെങ്കിലും ഉപായം പറഞ്ഞ് മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. എങ്കിലും ട്രാവൽ ഏജൻസികളെ സമീപിച്ചാൽ അവർ അതിന് തക്ക പരിഹാരം പറഞ്ഞു തരും എന്ന കാര്യം കൂടി ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് പല ട്രാവൽ ഏജൻസികളും ടൂറിസം കമ്പനികളും വിസ അപ്ലൈ ചെയ്യുന്നത് നാളത്തേക്കാക്കി വെച്ചിട്ടുണ്ട്. ഇതിനിടയിൽ കുറച്ച് ദിവസം മാത്രമേ ഇതുണ്ടാവുകയുള്ളൂ. അത് കഴിഞ്ഞാൽ വീണ്ടും പഴയ രൂപത്തിലേക്കാകാനുള്ള സാധ്യത എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. അത് എക്സ്പീരിയൻസ് ഉള്ള ഈ ഫീൽഡിൽ അങ്ങനെയുള്ള ആളുകൾ പറയുന്നതാണ്, ഔപചാരികമായിട്ടൊന്നും വന്നിട്ടില്ല. ഇന്ന് രാവിലെ ഒരു 10-11 മണിയോടുകൂടി GDRFA വെബ്സൈറ്റിൽ ട്രാവൽ ഏജൻസികൾ വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാൻ നോക്കുമ്പോൾ ഇങ്ങനെ ചുവന്ന അക്ഷരത്തിൽ പ്രത്യേകിച്ചിട്ടുള്ള സ്റ്റാർ കാണിച്ചിട്ട് പറഞ്ഞിരിക്കുന്നു, ഈ രേഖകൾ കൂടി വെക്കണമെന്ന്.
മറ്റൊരു അറിയിപ്പ്, ഈ നാട്ടിൽ നിന്ന് വരുന്ന മാതാപിതാക്കളോടൊപ്പം വരുന്ന കുട്ടികൾക്ക് 15 വയസ്സിൽ താഴെയുള്ളവർക്ക് ഈ സമ്മറിൻ്റെ ഭാഗമായിട്ട് ഫ്രീ ആയിട്ട് വിസിറ്റ് വിസ കൊടുക്കുന്നൊരു ഏർപ്പാട് പറഞ്ഞിരുന്നു ദുബായിൽ. അത് നാളെ അവസാനിക്കുകയാണ്, സെപ്റ്റംബർ 15-ന്. അങ്ങനെ വരാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ ഒന്നുകിൽ മാതാവ് അല്ലെങ്കിൽ പിതാവ് അല്ലെങ്കിൽ രണ്ടുപേരും അതോടൊപ്പം കുട്ടികൾ വരികയാണെങ്കിൽ അവർക്ക് വിസിറ്റ് വിസയുടെ കാശ് കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞല്ലോ. അത് നാളെ അവസാനിക്കുമ്പോൾ നാളെ അത് അപ്ലൈ ചെയ്തിട്ട് വാങ്ങി വെച്ചാൽ പിന്നെ ഇറങ്ങിയാലും മതി. ആ വിസ നാളെ കൂടെ ഇഷ്യൂ ചെയ്യുകയുള്ളൂ എന്ന കാര്യം മനസ്സിലാക്കിയിരിക്കുക. എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ലെഫ്റ്റ് ചോദിച്ചുകൊണ്ടിരിക്കുന്നതാണ് വിസയുടെ ഫൈൻ്റെ കാര്യം. മാർച്ച് 1-ന് ശേഷം എക്സ്പയറി ആയിട്ടുള്ള വിസിറ്റ് വിസകളുടെ കാര്യമാണ് ഈ പറയുന്നത്. അതിൽ കഴിഞ്ഞ ദിവസവും ഒരു 95% ആൾക്കാരിൽ നിന്നും ഫൈൻ വാങ്ങിയിട്ടില്ല. എന്നാൽ ചില രാജ്യക്കാരിൽ നിന്ന് ചെറുതായിട്ടെങ്കിലും ഫൈൻ വാങ്ങിയതിൻ്റെ പ്രൂഫ് നമ്മുടെ കൈവശമുണ്ട്. വ്യാപകമായി വാങ്ങിയിട്ടില്ല. ഇന്നും എക്സിറ്റ് ആവുകയോ പുതുക്കാൻ വേണ്ടി പോവുകയോ ചെയ്ത ഭൂരിഭാഗം ആളുകളിൽ നിന്നും ഫൈൻ വാങ്ങിയിട്ടില്ല. എന്നാൽ ഇന്ത്യക്കാരല്ലാത്ത മറ്റു ചില ആളുകളിൽ നിന്ന് സിസ്റ്റത്തിൽ കാണിക്കുന്ന അനുസരിച്ചുള്ള ഫൈൻ വാങ്ങിയതിൻ്റെ തെളിവ് ഇന്നും നമുക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഇന്ന് വരെ ഒരു വലിയ ആശ്വാസം കിട്ടി എന്ന് കരുതി അടുത്ത ദിവസങ്ങളിലും അങ്ങനെ ഫൈൻ്റെ ഇളവ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാൻ പറ്റില്ല. കാരണം ഈ വിഷയത്തിൽ ഇതുവരെ ഔപചാരികമായിട്ടൊരു അറിയിപ്പ് സെപ്റ്റംബർ 11-ന് ശേഷം വന്നിട്ടില്ല. അതിനു മുമ്പ് പറഞ്ഞിരുന്നത് സെപ്റ്റംബർ 11 മുമ്പ് കൊണ്ടുപോകണം എന്നാണ്. അതിനുശേഷം അറിയിപ്പ് വരാത്തത് കൊണ്ട് ഒന്ന് മനസ്സിലാക്കിയിരിക്കുക. മിനിസ്ട്രി ഓഫ് ഹെൽത്ത് ആൻഡ് പ്രിവെൻഷൻ പറയുന്ന സുപ്രധാനമായ തീരുമാനം ലോകത്തൊരുപക്ഷെ ഒരു രാജ്യവും റഷ്യ അല്ലാതെ മറ്റൊരു രാജ്യവും സ്വീകരിച്ചിട്ടില്ലാത്തൊരു നിലപാട് ഈ സെപ്റ്റംബർ 14 വന്നിരിക്കുന്നത് വാക്സിൻ ഫ്രണ്ട് ലൈനിൽ വർക്ക് ചെയ്യുന്ന ആരോഗ്യ പ്രവർത്തകർക്ക് ഉപയോഗിച്ചുകൊള്ളൂ. അതിനുള്ള എമർജൻസി അപ്രൂവൽ ഇന്ന് UAE കൊടുത്തിരിക്കുകയാണ്. അതായത് ആരോഗ്യ പ്രവർത്തകർക്ക്, ഡോക്ടർമാർക്ക്, നഴ്സുമാർക്ക് ഒക്കെ വാക്സിൻ നാളെ മുതൽ പെട്ടെന്ന് തന്നെ പരീക്ഷിക്കാം. ഒന്നാമത്തെയും രണ്ടാമത്തെയും ഘട്ടത്തിൽ 31,000 വോളണ്ടിയേഴ്സിന് ഈ മരുന്ന് കുത്തിവെച്ചിട്ട് ഒരു ദിവസം പോലും ഒരാൾക്കും ഒരു പ്രശ്നവും വന്നിട്ടില്ല. അതനുസരിച്ച് ക്രൈറ്റീരിയ, ഈ വാക്സിൻ ആരാണോ ഉണ്ടാക്കിയത് അവരുമായി ചേർന്നുള്ള ക്രൈറ്റീരിയ എല്ലാം പൂർത്തീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഒരാൾക്ക് പോലും പ്രശ്നമുണ്ടാവാത്ത സാഹചര്യത്തിൽ വാക്സിൻ ഫലപ്രദമാണ്. അതുകൊണ്ട് ഒന്നാം ഘട്ടം എന്ന രൂപത്തിൽ ഈ വോളണ്ടിയേഴ്സിന് പുറമെ ആരോഗ്യ പ്രവർത്തകരിൽ അടുത്തതായി പരീക്ഷിക്കാം. അവർക്കാണല്ലോ പെട്ടെന്ന് ഈ വൈറസ് കിട്ടാനുള്ള സാധ്യത. അങ്ങനെ കൊടുക്കാമെന്ന് പറഞ്ഞുകൊണ്ടുള്ള അടിയന്തര അറിയിപ്പും അപ്രൂവലും വന്ന ദിവസമാണ് സെപ്റ്റംബർ 14 എന്നതുകൂടി ഓർമ്മിച്ചിരിക്കുക. ഫസ്റ്റ് ലൈൻ ഡിഫൻസ് ഹീറോസ് എന്നാണ് UAE ആരോഗ്യ പ്രവർത്തകരെക്കുറിച്ച് പറയുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ക്രൈസിസ് മാനേജ്മെന്റ് സമിതിയും പറയുന്നു ശരിയായ ദിശയിലേക്കാണ് UAEയുടെ സഞ്ചാരം. ഇക്കാര്യത്തിൽ 6 ആഴ്ച കൊണ്ട് 31,000 വോളണ്ടിയേഴ്സിൽ പരീക്ഷിച്ചു. 125 നാഷണാലിറ്റീസ് അതിൽ പങ്കെടുത്തു. ഒരാൾക്കും ഒരു പ്രശ്നവും വന്നിട്ടില്ല. ഇനിയിപ്പോൾ വോളണ്ടിയേഴ്സിനെ കൂടുതലായി കൊണ്ടുവന്നിട്ട് ഈ ടെസ്റ്റുകൾ നടത്തുകയാണ്. അതുകൊണ്ട് ബുദ്ധിമുട്ടില്ലാത്ത വിധം 1000 വോളണ്ടിയേഴ്സിനെ ടെസ്റ്റ് ചെയ്തെങ്ങനെയെന്ന് വെച്ചാൽ മറ്റുള്ള അസുഖങ്ങൾ കൂടിയുള്ള ആൾക്കാരിലും കുത്തിവെച്ചു. അതിൽ പോലും ഒരാൾക്ക് ഇത് കാരണം പ്രശ്നം വന്നിട്ടില്ല. അത്രയും 100% ഒരു പ്രശ്നമില്ലാത്ത വിധമാക്കി വെച്ചിട്ടാണ് ആരോഗ്യ പ്രവർത്തകരിൽ കുത്തിവെക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. ഇനി നിർബന്ധിത കുത്തിവെപ്പാണോ അതോ സ്വമേധയാ അങ്ങോട്ട് പോയിട്ട് എന്നെ എടുത്തോളൂ കുത്തിവെച്ചോളൂ എന്ന് പറയുന്ന സാഹചര്യമാണോ ഫ്രീ ആയിട്ട് കൊടുക്കുന്നതാണോ എന്ന പ്രോട്ടോക്കോളൊന്നും വ്യക്തമാക്കിയിട്ടില്ല. 13 വർഷമായി വിസയില്ല, പിഴയുമായി ഇവിടെ കഴിയുന്ന ഒരു ഹൈദരാബാദ് സ്വദേശി ഇന്നലെ നാട്ടിൽ കയറിപ്പോയി. 5 ലക്ഷം ദിർഹമാണ് ഫൈൻ. ഒരു സാധാരണ തൊഴിലാളിയാണ്. അദ്ദേഹത്തിന് രേഖകളൊക്കെ നഷ്ടപ്പെട്ടു, വിസയില്ല. പോയി നോക്കുമ്പോൾ 5 ലക്ഷം ദിർഹത്തിൻ്റെ ഫൈനാണ്. UAE ഭരണകൂടത്തിൻ്റെ ഉദാര സമീപനം കൊണ്ട് ഒരു മിനി പൊതുമാപ്പിൻ്റെ ആനുകൂല്യം വെച്ചുകൊണ്ട് ഈ മാർച്ച് 1-ന് മുമ്പാണല്ലോ അദ്ദേഹത്തിന് ഇങ്ങനെ സംഭവിച്ചത് എന്ന ഗണത്തിൽപ്പെടുത്തി ഒരു കാശ് ഫൈൻ വാങ്ങാതെ അദ്ദേഹത്തെ നാട്ടിലേക്ക് എത്തിച്ചു. അദ്ദേഹത്തിൻ്റെ പേര് പൊതുഗോണ്ട മേഡി എന്നാണ്. ഇന്നത്തെ കണക്ക് പരിശോധിച്ചാൽ അമ്പരപ്പിക്കുന്നൊരു വിവരം, 6 ഗൾഫ് രാജ്യങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ രോഗബാധ ഇന്ന് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് UAEയിലാണ്. 777 777. ഇതോടുകൂടി ഇന്നത്തോടുകൂടി UAEയിലെ രോഗബാധയുടെ എണ്ണം 80,000 കഴിഞ്ഞിരിക്കുന്നു. 530 റിക്കവറി. സാധാരണ സൗദി അറേബ്യയോ മറ്റു രാജ്യങ്ങളോ ഇങ്ങനെ ഈ പട്ടികയിൽ വരും.
പക്ഷേ ഇന്ന് സൗദി അറേബ്യയും കുറവാണ് കാണിച്ചിരിക്കുന്നത്. സൗദി അറേബ്യ വേറൊരു തലത്തിലേക്ക് എത്തിയിരിക്കുന്നു, അത് പിന്നീട് പറയാം. 9886 ആളുകളാണ് ഇപ്പോൾ UAE ആക്റ്റീവായിട്ടുള്ളത്. അതിങ്ങനെ 5000-ന് താഴേക്ക് വന്നിട്ട് വീണ്ടും കയറി പോവുകയാണ്. ഇന്ന് മരണമൊന്നും സംഭവിച്ചിട്ടില്ല എന്ന ആശ്വാസമുണ്ട്. മൊത്തം മരണസംഖ്യ 399 ഇതിനിടയിൽ അനുവാദമില്ലാതെ 100 പേരെ സംഘടിപ്പിച്ച് പാർട്ടി നടത്തിയ ഒരു DJയും ഈവന്റ് മാനേജ്മെന്റ് കമ്പനിയുടെ മാർക്കറ്റിംഗ് മാനേജറും അതിന്റെ ഓർഗനൈസറും ഒക്കെ അറസ്റ്റിലായിട്ടുണ്ട്. 10,000 വീതം ഫൈനും കൊടുക്കേണ്ടി വന്നു. അതിൽ പങ്കെടുത്ത ആളുകൾക്കെല്ലാം 5000 ഫൈനടിക്കാൻ വേണ്ടി തിരഞ്ഞുകൊണ്ടിരിക്കുന്നു. ആരൊക്കെ പങ്കെടുത്തു? സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടിയ അറിയിപ്പിന്റെ വീഡിയോയുടെ അടിസ്ഥാനത്തിലാണ് ശക്തമായ നടപടിയുമായി ദുബായ് പോലീസ് മുന്നോട്ട് പോകുന്നത്. ദയവ് ചെയ്ത് ഇത്തരം കാര്യങ്ങളിൽ ആരും തൽക്കാലം മുഴുകാതിരിക്കുക. രോഗബാധ കൂടുകയാണ്, ഗാദറിംഗ് ആണ് അതിൽ സംഭവിച്ചിരിക്കുന്ന വിഷയമെന്ന് 100% തെളിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഔട്ട്ലെറ്റുകളിൽ മാത്രമല്ല ഇപ്പോൾ ഉദ്യോഗസ്ഥർ വന്ന് പരിശോധിക്കുന്നത്. നമ്മളറിയില്ല, വാതിൽ തുറന്നു കിടക്കുന്നു, മൊബൈൽ ഫോണും പിടിച്ചാൽ ഐപാഡും പിടിച്ചുകൊണ്ട് റെക്കോർഡ് ചെയ്തുകൊണ്ട് ഉദ്യോഗസ്ഥർ വരും. ഓഫീസിൽ എങ്ങനെയാണ് ഇരിക്കുന്നത്? ഒറ്റയ്ക്കൊരു വലിയ റൂമിൽ ഒരാളിരുന്ന് മാസ്ക് ഇട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. അടുത്തടുത്തുള്ള ക്യാബിനുകളിലാണ് ആളുകളിരുന്ന് ജോലി ചെയ്യുന്നു, ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കാണാം. ഇതൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് ആ കമ്പനിക്കും പിഴയടിക്കും, ആളുകൾക്കും പിഴയടിക്കും. ഓഫീസിനകത്ത് മാസ്ക് ധരിക്കാതെ ഇരുന്നാൽ അതിനും 1000, പുറത്തിറങ്ങി മാസ്ക് ധരിക്കാതെ നടന്നാൽ അതിനുണ്ട് 3000. അതുകൊണ്ട് കരുതിയിരിക്കുക, ഞങ്ങൾ ഓഫീസിനകത്തല്ലേ, ഇവിടെ ആരും വരില്ല എന്ന് വിചാരിക്കരുത്. ഷോപ്പിനകത്തല്ലേ ആൾ വരൂ, റെസ്റ്റോറൻറ്റിലല്ലേ പൂട്ടുന്നത്, കഫേയല്ലേ പൂട്ടുന്നത്, ഷോപ്പിംഗ് മോളുകളല്ലേ പൂട്ടുന്നത്, ഹൈപ്പർ മാർക്കറ്റിലല്ലേ പരിശോധിക്കാൻ വരൂ എന്ന് വിചാരിച്ചിരിക്കാതെ ഓഫീസിലിരിക്കുമ്പോഴും അകലം പാലിച്ചുകൊണ്ടും ഏറ്റവും കുറഞ്ഞത് 1.5 മീറ്റർ അകലത്തിൽ വേണം സ്റ്റാഫുകൾ ഇരിക്കാൻ എന്ന കാര്യം ഓർമ്മിച്ചിരിക്കുക. വെറുതെ ആ ഒരു മുതലാളിയും ജീവനക്കാരും കുഴപ്പത്തിലാകേണ്ടതില്ല, ആരും വന്നു നോക്കില്ല എന്ന് മാത്രം വിചാരിക്കരുത്. ഇപ്പോൾ ഏറ്റവും ഡിമാൻഡുള്ള ജോലി ഏതാണ്? ഒരു സർവേ നടത്തി, ഇവിടുത്തെ തൊഴിൽ പോർട്ടലുകളെല്ലാം ചേർന്ന് നടത്തിയ UAE സർവേ ആണ് പറയാൻ പോകുന്നത്. ഇനി പറയാൻ പോകുന്ന കാറ്റഗറികളിൽ ശീലം ഉള്ള ആളുകൾ, പരിചയമുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ജോലി കിട്ടുമെന്നാണ് ഈ പറയുന്നതിൻ്റെ അർത്ഥം. സെയിൽസ് മാനേജർമാർ, റിസപ്ഷനിസ്റ്റുകൾ, കസ്റ്റമർ സർവീസ് പ്രതിനിധികൾ, ഈ 3 കാറ്റഗറിയിലും പെട്ട ആളുകൾക്ക് അടുത്ത 3 മാസത്തേക്ക് 2020 അവസാനിക്കുന്നത് വരെ നല്ല ഡിമാൻഡാണെന്നാണ്. ആരെങ്കിലും ഉണ്ടോ ഈ കാണുന്ന കേൾക്കുന്ന കൂട്ടത്തിൽ സെയിൽസ് മാനേജറായിട്ട് എന്തും സെയിൽസ് ചെയ്യാൻ വേണ്ടി? കാരണം ഓഫീസിൽ വന്നിരിക്കേണ്ട, എവിടെയെങ്കിലുമൊക്കെ പോയി എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി സെയിൽസ് ചെയ്യാൻ വേണ്ടിയുള്ള നൈപുണ്യമുണ്ടോ? ജോലി ഉറപ്പാണെന്ന് ഈ സർവേ പറയുന്നു. അത്രയ്ക്ക് റിക്വയർമെൻറ്റ് കിടക്കുകയാണ് UAE-യിൽ. ഒരു കമ്പനിയുടെ കാര്യമല്ല, മൊത്തത്തിൽ. റിസപ്ഷനിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരു കമ്പനിയിൽ ഒരാളൊക്കെ വേണ്ടൂ, ബാക്കിയുള്ളവരൊക്കെ പുറത്തുപോയി ജോലി ചെയ്യുന്നു, അല്ലെങ്കിൽ സ്റ്റേ അറ്റ് ഹോം, വർക്ക് അറ്റ് ഹോം എന്നൊക്കെ പറഞ്ഞു നിൽക്കുന്നു. ഈ സമയത്ത് റിസപ്ഷനിസ്റ്റായിട്ടിരിക്കാൻ പറ്റിയ വിധത്തിൽ പരിചയം നേടിയ മിടുക്കനോ മിടുക്കിയോ ഉണ്ടെങ്കിൽ ജോലി കിട്ടും. അങ്ങനെ സാഹചര്യമാണ്. രണ്ടാമത്, ആളുകളെ ഫോണിൽ വിളിക്കുന്ന കസ്റ്റമർ സർവീസ് റെപ്രസെൻറ്റേറ്റീവ്, അങ്ങനെയുള്ള ശീലം കിട്ടിയിട്ടുള്ള ആളുകളുണ്ടോ? എവിടെയെങ്കിലും പരിചയമുണ്ടോ? എല്ലാ സ്ഥാപനങ്ങളിലും അവസരം കിടക്കുകയാണെന്ന് പറയുന്നു. അടുത്ത 1 വർഷത്തേക്ക് IT ഫീൽഡിലും ബിസിനസ് മാനേജ്മെന്റ് ഫീൽഡിലും വരുമെന്ന് പറയുന്നു. ഇതൊക്കെയാണ് സർവേ. മുതലാളിമാരെ ഇന്റർവ്യൂ ചെയ്തിട്ട് എന്താണ് നിങ്ങളുടെ ഇമ്മീഡിയറ്റ് റിക്വയർമെന്റ് എന്ന് ചോദിച്ചപ്പോൾ ഓരോരുത്തർ പറഞ്ഞതാണ്. അതുകൊണ്ട് വിസിറ്റ് വിസയിലൊക്കെ നാട്ടിൽ നിന്ന് വരാനിരിക്കുന്ന ആളുകൾ, വേണ്ടപ്പെട്ടവരുണ്ടെങ്കിൽ പറയുക. സെയിൽസ് എക്സ്പീരിയൻസ് ഉള്ള ആളുകളാണെങ്കിൽ അതിന് മല്ലിപ്പൊടിയാകട്ടെ, മുളക് പൊടിയാവട്ടെ, ഒരു സർവീസ് ആകട്ടെ, എന്താണെങ്കിലും സെയിൽസ് ചെയ്യാൻ അറിയാമോ? പറയുമല്ലോ ചില ആളുകൾ, പൂഴി ഇറാഖിലേക്ക് അയറ്റണ്ട, ഈത്തപ്പഴം ഇറാഖിലേക്ക് കൊണ്ടുപോകണ്ട എന്നൊക്കെ പറയുമല്ലോ. അവിടെ വിൽക്കാൻ ശ്രമിക്കണം, കാരണം അവിടെ ഉണ്ട്. അതുപോലും വിൽക്കാൻ കെൽപ്പുള്ള ആളുകൾ ഉണ്ടെന്ന് ബോധ്യപ്പെട്ടാൽ ജോലിയുണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. ഏതായാലും നമുക്ക് ഇന്നിപ്പോൾ നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്ന ഒരു തൊഴിലവസരമുണ്ട്. UAE-യിലെ ഏറ്റവും പ്രമുഖമായ ഒരു റെസ്റ്റോറൻറ്റ് ഗ്രൂപ്പിൽ, ഒരുപാട് തരം റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ ഇപ്പോൾ വേണ്ട കുറേ സ്റ്റാഫുകൾ കേരള ട്രഡീഷണൽ ഡിഷ് ഉണ്ടാക്കാൻ അറിയാവുന്ന കുക്ക്. അതിന് വലിയ അന്താരാഷ്ട്ര കോളേജുകളിൽ പോയി പഠിച്ച് സർട്ടിഫിക്കറ്റ് ഒന്നും വേണ്ട. അന്തസ്സായിട്ട് നാടൻ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുമോ? നാടൻ മീൽസ് ഉണ്ടാക്കാൻ പറ്റുമോ? നല്ല അവിയൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുമോ? നല്ല ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ, ചിക്കൻ, പെപ്പർ, ഇങ്ങനെയൊക്കെയുള്ള കേരളവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കറികൾ തന്നെ ആഹാരം ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഈ നമ്പറിലേക്കൊന്ന് ചെറിയ ഒരു CV അയക്കൂ. നാളേക്ക് നാളെ ജോലി. 4000 ശമ്പളം പറഞ്ഞിരിക്കുന്നത്. കഴിവുണ്ടാകണം. ഉപ്പിന് പകരം പഞ്ചസാര ഇടുന്ന കുക്കാവരുത്. 055 655 4277 055 655 4277.
ഇതിലേക്ക് വാട്സപ്പ് അയക്കുക. അവിടെ തന്നെ കേരള പൊറോട്ട മേക്കർ ഉണ്ടോ? നാട്ടിൽ നല്ല കേരള പൊറോട്ട എന്നുള്ള എല്ലായിടത്തും വളരെ പോപ്പുലറാണ്. അത് ലൈവായിട്ട് ഉണ്ടാക്കാൻ കഴിവുള്ള ആളുണ്ടോ എങ്കിൽ ഇതിലേക്ക് അയക്കൂ. 1600 മുതൽ ശമ്പളം ആരംഭിക്കും. ബാക്കി താമസ സൗകര്യവും ഫുഡും എല്ലാം സ്വാഭാവികമായിട്ടും ഉണ്ടാകുമെന്നറിയാമല്ലോ. നാളെ ജോലി കിട്ടാവുന്ന സംവിധാനമാണിത്. 055-655-4277. ഗ്രൂപ്പിൻ്റെ പേര് പറയാത്തത് മാനേജ്മെൻറ്റ് പറഞ്ഞു. റെക്കമെൻഡേഷൻ വഴി ഇനി വന്നിട്ട് ഞങ്ങളുടെ ആളെ ജോലിക്കെടുക്കണമെന്ന് പറയുന്ന സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയാണ് ഞങ്ങൾക്ക് വേണ്ടത് പ്യുവർ മെറിറ്റുള്ള ആളുകളെയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എയർ ഇന്ത്യ പുതിയ ഷെഡ്യൂൾ ഇറക്കി. ഇത് പറയുമ്പോൾ ഒരുപാട് അർത്ഥം വേറെയുണ്ട്. ഒക്ടോബർ 1 മുതൽ 24 വരെയുള്ള ഷെഡ്യൂൾ എയർ ഇന്ത്യ ദുബായിൽ നിന്ന് നാട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറക്കിയെന്ന് പറയുമ്പോൾ ഒക്ടോബറിലും സാധാരണ സർവീസ് വരില്ലേ എന്നൊരു സംശയത്തിൻ്റെ വക്കിൽ ഇന്ന് നിൽക്കുകയാണ്. ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ air-india.in വെബ്സൈറ്റ് ഓപ്പണായി. ഈ പറയപ്പെടുന്ന സർവീസുകൾക്ക് അറിഞ്ഞോ, വളരെ കുറഞ്ഞ കാശിന് ടിക്കറ്റ് കൊടുക്കുകയാണ്. അതുപോലെ ഏതൊരു സർവീസ് ഏജൻറ്റിൻ്റെ ഏത് ട്രാവൽ ഏജൻസി ചെന്നാലും ടിക്കറ്റ് കിട്ടും. എയർ ഇന്ത്യ ഓഫീസ് ചെന്നാലും കിട്ടും. അതുകൊണ്ട് മനസ്സിലാക്കിയിരിക്കുക, കണ്ണൂരിലേക്ക്, തിരുവനന്തപുരത്തേക്ക്, കൊച്ചിയിലേക്ക്, കോഴിക്കോട്ടേക്ക് ഒക്കെ ഫ്ലൈറ്റ് ഉണ്ട്. കണ്ണൂരിലേക്ക് 4-ാം തീയതിയും 11-ാം തീയതിയും, തിരുവനന്തപുരത്തേക്ക് 5, 12, 19, കൊച്ചിയിലേക്ക് 6, 13, 20, കോഴിക്കോട്ടേക്ക് 10, 24, അങ്ങനെ 10 ഫ്ലൈറ്റുകളുടെ കാര്യമാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. air-india.in, എയർ ഇന്ത്യ എക്സ്പ്രസ് അല്ല, air-india.in, അതിൽ പോയാൽ ബുക്ക് ചെയ്യാൻ പറ്റും. വന്ദേ ഭാരത് മിഷന്റെ ഭാഗമാണെന്ന് അതിൽ പറഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം നമ്മൾ വിചാരിച്ചു സെപ്റ്റംബർ 30 രാത്രി ഇപ്പോൾ നിലവിലുള്ള സംവിധാനമൊക്കെ മാറി ഒക്ടോബർ 1 മുതൽ പുതിയ വെളിച്ചം ഷെഡ്യൂൾഡ് ഫ്ലൈറ്റുകൾ വരും എന്ന് കരുതിയിരുന്നല്ലോ. ആ കരുതലിന് ഒരു മാറ്റം വരുന്നോ എന്ന ചെറിയ സംശയം ഇന്നിപ്പോൾ ഈ വന്നിരിക്കുന്ന ഷെഡ്യൂൾ നോക്കുമ്പോൾ തോന്നുകയാണ്. കേരളത്തിലേക്ക് മാത്രമല്ല, മുംബൈയിലേക്കൊക്കെ എല്ലാ ദിവസവും ഫ്ലൈറ്റ് ഉണ്ട് ഒക്ടോബർ 1 മുതൽ. ഡൽഹിയിലേക്കുമുണ്ട്, മധുരയിലേക്കുമുണ്ട്. നമ്മുടെ കേരളത്തിലേക്കാണ് യഥാർത്ഥത്തിൽ കുറവ്. ബാക്കി പല സ്റ്റേറ്റിലേക്കും ധാരാളം ഫ്ലൈറ്റുകൾ ഈ വന്ദേ ഭാരത് മിഷന്റെ ഭാഗമായിട്ട് എയർ ഇന്ത്യ ഒക്ടോബർ 1 മുതൽ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ചരിത്ര പ്രാധാന്യമുള്ള ദിവസമാണ് നാളെ സെപ്റ്റംബർ 15. UAE-യും ഇസ്രയേലും തമ്മിൽ കരാർ ഒപ്പിടുന്നു. വൈറ്റ് ഹൗസിൽ വെച്ച്, വാഷിംഗ്ടണിൽ വെച്ച്. അതിനുവേണ്ടി വിദേശകാര്യമന്ത്രി ഷേഖ് അബ്ദുള്ള ഇന്നലെ തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. സമാധാനത്തിൻ്റെ പുതിയൊരു അന്തരീക്ഷം ഉണ്ടാവുകയാണ് ഇസ്രയേലും ഫലസ്തീനും തമ്മിൽ. ആ ഉപാധി വെച്ചിട്ടാണ് UAE ഇസ്രയേലുമായി ബന്ധം സ്ഥാപിക്കുന്നത്. ഇതിനിടെ UAE-യിലെ പ്രമുഖ ബാങ്കായ ദുബായിയുടെ എമിറേറ്റ്സ് NBD, ഇസ്രയേലിലെ ഏറ്റവും പോപ്പുലർ ബാങ്കുകളിലൊന്നായ ബാങ്ക് ഹാപ്പോ അലിൻ, ഈ ഹാപ്പോ അലിയുമായിട്ട് ചേർന്ന് പുതിയ കോൺട്രാക്റ്റ് ഇവിടെ ദുബായിൽ ഒപ്പുവെച്ചു. ആദ്യത്തെ ബാങ്കായി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിക്കുന്ന എമിറേറ്റ്സ് NBDയും ബാങ്ക് ഹാപ്പോ അലിമും ഏതായാലും രണ്ടുപേരും ബാങ്ക് ട്രാൻസ്ഫറിന് കാശൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്താൻ വേണ്ടി, എക്സ്പോർട്ട് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഇടപാടുകൾക്ക് വേണ്ടി ഈ ബാങ്കുകളായിരിക്കും ആശ്രയിക്കേണ്ടി വരിക എന്ന കാര്യം അറിഞ്ഞിരിക്കുക. UAE-യുടെ ഫ്ലൂ സീസൺ ആരംഭിക്കുന്നു ഒക്ടോബർ 1 മുതൽ. പനി, ജലദോഷം, ചുമ, മൂക്കൊലിപ്പ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വരുന്ന സീസൺ. ഈ കോവിഡ് കാലഘട്ടത്തിൽ ഇതും കൂടി ആകുമ്പോൾ UAE ഔദ്യോഗിക കേന്ദ്രങ്ങൾ പറയുന്നു, സ്കൂളിൽ പഠിപ്പിക്കാൻ പോകുന്നവരും സ്കൂൾ സ്റ്റാഫും കുട്ടികളുമൊക്കെ പറ്റുമെങ്കിൽ ഫ്ലൂ വാക്സിൻ എടുത്തിരിക്കൂ എന്ന് പറയുകയാണ്. ഐക്യരാഷ്ട്രസഭ ഇന്ന് സൗദി അറേബ്യയെ പ്രശംസിച്ചു. അതാണ് പറയാനുണ്ടെന്ന് പറഞ്ഞ കാര്യം. സൗദി അറേബ്യ മാർച്ചിൽ തന്നെ പറഞ്ഞു, ലോകം ഒത്തൊരുമിച്ച് വേണം ഈ രോഗത്തെ നേരിടാൻ. അന്ന് ഓരോ രാജ്യങ്ങളും പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങൾ അങ്ങനെ ചെയ്യും ഇങ്ങനെ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ UAE-യും ഒമാനെയും ഒക്കെ കൂട്ടുപിടിച്ചുകൊണ്ട് സൗദി അറേബ്യ എന്ന് പറഞ്ഞ വലിയൊരു വിവരമുണ്ട്. ബഹ്റൈനും കാര്യത്തിലുണ്ട്. ഞങ്ങൾ ഒറ്റക്കെട്ടായി നേരിടണം, 100-150 രാജ്യങ്ങൾ ചേർന്ന് നിൽക്കണം ഈ പ്രശ്നം പരിഹരിക്കാൻ. ആ പറഞ്ഞ സൗദി റെസൊല്യൂഷൻ എന്നറിയപ്പെടുന്ന കാര്യത്തെ UN അംഗീകരിച്ചിരിക്കുകയാണ് ഇന്ന്. ഇതാണ് വേണ്ടത്. സൗദി പറഞ്ഞ രൂപത്തിലാണ് പോകേണ്ടത്. അല്ലാതെ ഓരോരുത്തരും അവരവരുടെ അഹങ്കാരം കാണിച്ചുകൊണ്ട് ഞങ്ങൾക്കിത് തടുത്തു നിർത്താൻ പറ്റുമെന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്ന് UN ഇന്നൊരു സമ്മേളനത്തിൽ സമ്മതിച്ചതിൻ്റെ റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇനി അല്പം പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമായിട്ടുള്ള പ്രപഞ്ചത്തിൻ്റെ ഒരു മഹാത്ഭുതത്തിലേക്കാണ് ഇന്ന് സയൻറ്റിസ്റ്റുകൾ എത്തിയിരിക്കുന്നത്. 1-2 വരിയിൽ അവസാനിപ്പിക്കാൻ ശ്രമിക്കാം. നമ്മൾ സ്കൂൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, പിന്നെ പ്ലൂട്ടോ ഇല്ല, കാണാതെ പോയി. ഇത്രയും ഗ്രഹങ്ങളെക്കുറിച്ച് പഠിച്ചിട്ടുള്ളതിൽ ഭൂമിയല്ലാതെ മറ്റൊരിടത്തും ജീവനില്ല എന്ന കാര്യം ഉറപ്പിച്ച് എല്ലാവരും വിശ്വസിച്ച് പോകുമ്പോൾ സയൻറ്റിസ്റ്റുകൾ UK-യിൽ നിന്ന് ഇന്ന് പുറത്തിറക്കിയ
വലിയൊരു സയൻസ് ജേണൽ റിപ്പോർട്ട് പറയുന്നു. രണ്ടാമത്തെ ഗ്രഹം ബുധൻ, ശുക്രൻ, വീനസ് എന്ന ശുക്രൻ, ആ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഫോസ്ഫൈൻ എന്ന് പറയുന്ന വാതകം കണ്ടെത്തിയെന്ന്. ഈ ഫോസ്ഫൈൻ വാതകമെന്ന് പറയുന്നത് ഭൂമിയിൽ മാത്രം എന്ന് വിശ്വസിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്രയും നൂറ്റാണ്ടുകളുടെ ശാസ്ത്ര പരിചയത്തിൽ നിന്നുകൊണ്ട് ആദ്യമായൊരു കണ്ടെത്തൽ നടത്തിയിരിക്കുന്നു. ശുക്രൻ എന്ന് പറയുന്ന ഏതാണ്ട് 150 മില്യൺ കിലോമീറ്റർ അപ്പുറത്ത് ഭൂമിയിൽ നിന്ന് നിൽക്കുന്ന ആ ഒരു ചെറിയ ഗ്രഹത്തിൻ്റെ അന്തരീക്ഷത്തിൽ ഫോസ്ഫൈൻ ഉണ്ടത്രേ. ഫോസ്ഫൈൻ എന്ന് വെച്ചാൽ ഫോസ്ഫറസിൻ്റെ ഒരു ആറ്റവും ഹൈഡ്രജൻ്റെ 3 ആറ്റവും ചേരുമ്പോൾ ഒരു ഫോസ്ഫൈൻ ഗ്യാസ് മോളിക്യൂൾ ഉണ്ടാവും. ഇത് ബാക്ടീരിയ തുപ്പുന്ന എന്ന് പറയുന്ന വിധത്തിൽ വിശേഷിപ്പിക്കപ്പെടുന്ന ഒരു വാതകമാണ്. അതുണ്ടെങ്കിൽ, ഈ ഫോസ്ഫൈൻ ഗ്യാസ് ഉണ്ടെങ്കിൽ ജീവനുണ്ടാകും എന്നാണ് പറയുന്നത്. ഫോസ്ഫൈൻ ഗ്യാസാണ് ജീവൻ ഒരു സ്ഥലത്തുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ അടയാളം. ഓക്സിജനൊന്നും വേണ്ട അവിടെ. ഈ ഫോസ്ഫൈൻ ഉണ്ടെങ്കിൽ 3 ഹൈഡ്രജൻ്റെ ആറ്റവും ഒരു ഫോസ്ഫറസ് ആറ്റവും തമ്മിൽ ചേർന്നുണ്ടാകുന്ന തന്മാത്രയാണ് ഈ ഫോസ്ഫൈൻ ഗ്യാസ്. അതുണ്ടെങ്കിൽ ജീവൻ്റെ തുടിപ്പ് അവിടെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് ശാസ്ത്രലോകം കരുതിയിരിക്കുമ്പോൾ ശുക്രൻ്റെ അന്തരീക്ഷത്തിൽ അത് കണ്ടു എന്ന രൂപത്തിൽ റിസർച്ച് വരുമ്പോൾ എന്തോ മഹാത്ഭുതം ഈ പ്രപഞ്ചത്തിൽ നമ്മൾ അറിയാതെ ഒളിഞ്ഞു കിടപ്പുണ്ടോ എന്ന് സംശയിക്കുമാർ UK-യിലെ ആ യൂണിവേഴ്സിറ്റിയുടെ പേര് കാർഡിഫ് യൂണിവേഴ്സിറ്റിയിലെ അതിവിദഗ്ധരായ സയൻറ്റിസ്റ്റുകൾ ഇന്ന് റിപ്പോർട്ട് പുറത്തിറക്കിയിരിക്കുകയാണ്. BBC-യും CNN-ഉം സുപ്രധാന വാർത്തയായി അല്പം മുമ്പ് ഈ കാര്യമാണ് കൊടുത്തിരിക്കുന്നത്. ട്രംപ് സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിനെ അവഹേളിച്ചുകൊണ്ട് പ്രസംഗിച്ചതോ, കാട്ടുതീ ആളിപ്പടരുന്ന കാലിഫോർണിയയിൽ, വാഷിംഗ്ടണിൽ, ഒറിഗണിൽ ഒക്കെ ട്രംപ് പോയി പ്രസംഗിച്ചതോ അല്ല വാർത്തയായി വന്നിരിക്കുന്നത്. BBC-യും CNN-ഉം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ശുക്രനിൽ ഇങ്ങനെ ജീവന്റെ തുടിപ്പിന് കാരണമായ മോളിക്യൂൾ അടങ്ങുന്ന ഫോസ്ഫൈൻ എന്ന് പറയുന്ന ഗ്യാസിൻ്റെ അംശം കണ്ടെത്തിയിരിക്കുന്നു എന്ന വാർത്തയ്ക്കാണ് പ്രാധാന്യം കൊടുത്തിരിക്കുന്നത്. മുമ്പൊരിക്കൽ അബുദാബിയുടെ കാര്യത്തിൽ പറഞ്ഞൊരു ഫ്ലവർ തട്ടിപ്പ് അജ്മാനിലും കഴിഞ്ഞ ദിവസം സംഭവിച്ചതിൻ്റെ കാര്യം നവാസ് എന്ന പ്രേക്ഷകൻ അറിയിച്ചിരിക്കുകയാണ്. താങ്കൾ ഫ്ലവർ ഡെലിവറി ചെയ്യുമോ? ചെയ്യും. പേരെന്താണ്? നവാസ്. എനിക്ക് അർജൻറ്റായിട്ട്, ഞാനിപ്പോൾ ഒമാനിലാണ്, 3 ദിവസം കൊണ്ട് വരും. അർജൻറ്റായിട്ട് എൻ്റെ വേണ്ടപ്പെട്ടൊരു സുഹൃത്തിന് വലിയൊരു ബൊക്കെ കൊടുക്കണം. വലുതെന്ന് വെച്ചാൽ ഒരു 4000 ദിർഹം മുതൽ 5000 ദിർഹം വരെ വില മതിക്കാവുന്നൊരു വലിയ ബൊക്കെ ആയിരിക്കണം. കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാമല്ലോ. ഇന്ന് 6 മണിക്ക് കൊടുക്കണം. ഇന്ന് 6 മണിക്ക് കൊടുക്കാൻ പറ്റില്ല. ഈ ഫ്ലവർ എത്രയും അറേഞ്ച് ചെയ്യണം ഞങ്ങളുടെ കടയിൽ. നിങ്ങളുടെ മുതലാളിയോട് ചോദിക്കും ഇന്ന് കൊടുക്കാൻ പറ്റുമോ എന്ന്. ശരി, കാശ് തന്നാൽ നമ്മൾ എങ്ങനെയെങ്കിലും അറേഞ്ച് ചെയ്യാം, കാശ് തരൂ പറഞ്ഞു. അതിൻ്റെ കൂടെ ഫ്ലവറിൻ്റെ കൂടെ ഒരു കവർ വെച്ചിട്ട് കുറച്ച് പൈസയും അതിനകത്ത് ഇടണം. നിങ്ങൾക്ക് ബാങ്ക് ട്രാൻസ്ഫർ വഴി ഇപ്പോൾ ഈ 2 കാശ് നിങ്ങൾക്ക് തരും. ഫ്ലവറിൻ്റെ കാശും തരും, ആ ഒരു കവറിലിട്ട് കൊടുക്കേണ്ട ഗിഫ്റ്റിൻ്റെ കാശും തരും. അത് കിട്ടും. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ ട്രാൻസ്ഫർ ചെയ്യാം. കൊടുക്കാൻ പറ്റുമോ എന്നുള്ള കാര്യം അറിയിക്കൂ. കാശ് വന്നാൽ കൊടുക്കാമെന്ന് നവാസ് ഉറപ്പിച്ചു പറഞ്ഞു. കാരണം നവാസിന് അറിയാമായിരുന്നു ദുബായ് വാർത്തയിൽ നേരത്തെ ഇതേ തരം തട്ടിപ്പ്, അല്ലെങ്കിൽ ഇന്ന് നവാസ് ആണയിട്ട് ഞങ്ങളോട് പറയുന്നു ഇങ്ങനൊരു കാര്യം അറിഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഞാൻ അവർ പറയുന്ന അത്രയ്ക്ക് വിശ്വാസ്യതയുള്ള രൂപത്തിൽ സംസാരിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. ഏതായാലും ഇത് മനസ്സിലുള്ളത് കൊണ്ട് തന്നെ നിരാകരിച്ചു. ഞങ്ങൾ പറഞ്ഞു നിരാകരിക്കരുതായിരുന്നു. നമ്മൾ ഈ കാശും ഫ്ലവറും ഏറ്റുവാങ്ങാൻ വേണ്ടി ആളെ വരുത്തണമായിരുന്നു. വ്യാജമായിട്ട് അയക്കുന്ന ട്രാൻസ്ഫറിൻ്റെ റെസിപ്റ്റ് നമ്മുടെ മുന്നിൽ കിട്ടണമായിരുന്നു. എന്നിട്ട് അജ്മാനിലെ പോലീസിനെ വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യിപ്പിക്കണമായിരുന്നു. അതാണ് നവാസ് ചെയ്യേണ്ടിയിരുന്നത് എന്ന് ഞങ്ങൾ ഓർപ്പിച്ചിട്ടുണ്ട്. ഇത്തരം അനുഭവങ്ങളുമായി ഏതെങ്കിലും അന്യദേശക്കാർ, മലയാളികളല്ല ഈ കള്ളത്തരം ചെയ്യുന്നത്, പക്ഷേ ഇരകളാക്കപ്പെടുന്നതെല്ലാം മലയാളികളാണ്. മിക്കവാറും ഫ്ലവർ ഷോപ്പിലൊക്കെ ജോലി ചെയ്യുന്ന സാധാരണക്കാരായ മലയാളികളാണ് ഇരയാക്കപ്പെടുന്നത്. ഇനി വന്നാൽ ഇത്തരത്തിൽ പെരുമാറണം, അവസാനം വരെ കൊണ്ടുപോകണം, അറസ്റ്റ് ചെയ്യിപ്പിക്കണം. അദ്ദേഹത്തിന് ഇപ്പോൾ കാശൊന്നും പോയിട്ടില്ല, രക്ഷപ്പെട്ടു. ആ കമ്മ്യൂണിക്കേഷൻ മുഴുവനും ഞങ്ങൾക്ക് നവാസ് അയച്ചു തരികയും ചെയ്തു. ചൈനയിൽ ഇന്നും 10 കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. സൗദി അറേബ്യയിൽ 37 മരണവും 607 കേസുകളും, ഖത്തറിൽ 2 മരണവും 225 കേസുകളും, കുവൈറ്റിൽ 3 മരണവും 708 രോഗബാധ, ഒമാനിൽ 10 മരണവും 476 രോഗബാധയും, UAE-യിൽ 777 രോഗബാധ, മരണം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. ഇന്ത്യയിൽ ഉള്ളിക്ക് ക്ഷാമം തുടങ്ങി. ഇനി കയറ്റി അയക്കുന്നില്ലത്രേ. ഒരുപാട് കൃഷിനാശത്തിൻ്റെ കാര്യങ്ങൾ വന്നതിനെ തുടർന്ന് ഉള്ളിയില്ല. വടക്കേ ഇന്ത്യയിലെ ആളുകൾ എങ്ങനെ കഴിയുമോ എന്തോ. ശിവശങ്കറിന് 4 മാസം കൂടി നീട്ടിക്കൊടുത്തു സസ്പെൻഷൻ. ആ കമ്മിറ്റി അംഗീകരിച്ചല്ലോ. സ്വപ്നയ്ക്ക് നെഞ്ചുവേദനയാണ്. കേരളത്തിലെ കാര്യങ്ങൾ കൂടി ഒറ്റ വരിയിൽ പറയണമെന്നൊരു ചലഞ്ച് ചില പ്രേക്ഷകർ ഞങ്ങൾക്ക് നൽകിയതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്. സ്വപ്നയ്ക്ക് നെഞ്ചുവേദന. നാളെ
തൃശ്ശൂരിൽ ആൻജിയോഗ്രാം നടത്തുന്നുണ്ട്. കേരളത്തിൽ 2540 കേസുകൾ ഇന്ന് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു. രോഗബാധ കുറയുന്നില്ല കാര്യമായിട്ടും. ഒക്ടോബറിൽ പോലും സ്കൂൾ തുറക്കാൻ പറ്റില്ല എന്ന് മുഖ്യമന്ത്രി അറിയിച്ചു. മന്ത്രി KT ജലീൽ തെറ്റൊന്നും ചെയ്തിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. കേന്ദ്രമന്ത്രി മുരളീധരൻ മന്ത്രിപുത്രന്മാർ മാത്രമല്ല പലരും അകത്താവും സ്വർണ്ണക്കള്ളക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. നേരത്തെ നയതന്ത്ര ബാഗല്ല ഇതെന്ന് പറഞ്ഞത്, നയതന്ത്ര ബാഗെന്ന് എഴുതി വന്നതിനെ ഉദ്ദേശിച്ചാണ് പറഞ്ഞതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. ഒരു കണക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോട്ടെ. ഒരുപാട് പേർ ബിസിനസ്സിന് വേണ്ടി ദുബായിലേക്ക് വരുന്നു. കാരണം ലോകത്തുനിന്ന് എന്തെങ്കിലും ചലനം നടക്കുന്ന സുപ്രധാനമായിട്ടുള്ളൊരു സെൻട്രൽ പോയിന്റ് ദുബായ് മാത്രമാണ്. ഇപ്പോൾ ഇത് പറയുന്ന സെപ്റ്റംബർ 14. അപ്പോൾ ദുബായിൽ ബിസിനസ് ആരംഭിക്കണം, ദുബായിൽ തൊഴിൽ കണ്ടെത്തണം, ദുബായിൽ ജീവിക്കണം, ദുബായ് കണ്ടു മടങ്ങണം. ഇങ്ങനെ 4 കൂട്ടർ വന്നു പോകുന്നു. ലൈസൻസ് വേണം ഒരു കമ്പനിയുടെ, സ്പോൺസർ വേണം, സ്പോൺസർക്ക് ഫീസ് കൊടുക്കണം, ഒരു വെർച്വൽ ഓഫീസ് വേണം, ഇമിഗ്രേഷൻ കാർഡ് വേണം, വിസ വേണം, ലേബർ കാർഡ് വേണം, 3 വർഷത്തേക്കുള്ള ഇൻവെസ്റ്റർ വിസ വേണം. ഇങ്ങനെ വന്നൊരു കമ്പനി സ്ഥാപിക്കാൻ വേണ്ടി വരുന്നവർക്ക് ഒരു സ്പെഷ്യൽ പാക്കേജ് മറ്റെങ്ങും കിട്ടാത്ത വിധം ബിസിനസ് മന്ത്ര എന്ന 10 വർഷത്തെ എക്സ്പീരിയൻസിൽ നിന്നുള്ള സ്ഥാപനം ഇപ്പോൾ ഓപ്പറേറ്റ് ചെയ്തിരിക്കുന്നത് 17,000 ദിർഹത്തിനാണ്. ഈ 17,000 ഹാൻഡ് ഓവർ ചെയ്താൽ പിറ്റന്ന് വിസയടക്കം കിട്ടി ഇവിടുത്തെ ഒരു ബിസിനസ് ഓണറായി മാറാവുന്ന സാഹചര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. ലൈസൻസൊക്കെ മിനിറ്റുകൾ കൊണ്ട് കിട്ടാവുന്നത്. ബിസിനസ് മന്ത്ര തങ്ങളുടെ എക്സ്പീരിയൻസിൽ നിന്നുണ്ടാക്കിയെടുത്തിരിക്കുന്ന അത്യപൂർവമായൊരു പാക്കേജാണ് ഈ മാസം കൊണ്ട് അവസാനിപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു. നല്ല എൻക്വയറി ഉണ്ട്, ഒരുപാട് ആളുകൾ വന്നെടുക്കുന്നു. പ്രൊഫഷണൽ സർവീസാണ് കിട്ടുക ലൈസൻസിൽ. എല്ലാ ചാർജും അടക്കമാണത്. 17,000 കൊടുത്താൽ വിസ അടക്കം കമ്പനി ലൈസൻസ് അടക്കം കയ്യിൽ ബിസിനസ് മന്ത്ര എന്ന സ്ഥാപനം നൽകുന്നു. നിങ്ങൾക്ക് വിളിക്കാം, അന്വേഷിക്കാം, സംശയങ്ങൾ ദൂരീകരിക്കാം. പോയി കാണാം. 056-1496-777 056-1496-777. ഇന്ത്യയിൽ 49,26,000. ഇന്നത്തെ കണക്കും ഇന്നലത്തെ കണക്കും മെനഞ്ഞാത്ത കണക്കും വെച്ചാൽ ഞങ്ങളൊന്നും കൂട്ടി പറയുന്നതല്ല. നാളെ വൈകുന്നേരമാകുമ്പോൾ ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ 1/2 കോടി ഇന്ത്യയുടെ കണക്കിൽ എഴുതി ചേർക്കപ്പെടുന്ന ദുരവസ്ഥയിൽ എത്തിച്ചേരും. 1/2 കോടി. ഇപ്പോൾ 49,26,000 ആളുകൾ. 49,4 ലക്ഷം കഴിഞ്ഞു. ഇനിയുള്ളത് ഒരു 3/4 ലക്ഷം, 74,000 ഉണ്ടെങ്കിൽ 1/2 കോടിയിലെത്തുന്ന ദുരന്തത്തിന് നമ്മൾ സാക്ഷിയാവുകയാണ്. ഇന്നലെയൊക്കെ 91,000, ഇന്ന് 81,000 ഇതുവരെ വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് പോകുന്നതെങ്കിൽ ഒരു 74,000 വരാൻ താമസമില്ലല്ലോ. 2,93,40,50,000 അന്താരാഷ്ട്ര തലത്തിൽ ഈ വൈറസ് കയറി ഇറങ്ങിയവർ. 9,30,000 ആളുകൾ മരിച്ചിരിക്കുന്നു. 72 ലക്ഷത്തിലെ പരം ആളുകൾ ഇപ്പോൾ ആക്റ്റീവായി കഴിയുന്നതിൽ 60,000-ൽ പരം ആളുകൾക്ക് സീരിയസ് ആണ്. അതിൽ തന്നെ 10,000-ലധികം ആളുകൾ ഇന്ത്യയിലാണ്. ഇതുവരെ മരണം 2,912 ഇന്നലത്തെ ഏറ്റവും കൂടിയ രോഗബാധയും മരണവും ഇന്ത്യയിലാണ്. ഇന്ത്യയാണ് ഏറ്റവും വലിയ ഫോക്കസ്. ഇനിയും കൂടും എന്നാണ് പറയുന്നത്. ഉത്തർപ്രദേശിലൊക്കെ ലക്ഷക്കണക്കിന് ടെസ്റ്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. നമ്മളും ടെസ്റ്റ് കൂട്ടണം. കേരളത്തിൽ ടെസ്റ്റ് കൂട്ടിയേ പറ്റൂ. ഇനി വേറൊരു കാര്യമുണ്ട്. എല്ലാവരും പറഞ്ഞു ഞാൻ PCR എടുത്ത് നെഗറ്റീവാണ്, ഞാൻ റാപ്പിഡ് എടുത്ത് നെഗറ്റീവാണ്, എനിക്ക് പ്രശ്നമൊന്നുമില്ല. ഇതെടുത്താൽ അടുത്ത സെക്കൻഡിൽ വരാം. എവിടെ നിന്നാണ് ഈ ആളുകൾ വന്നിറങ്ങുമ്പോൾ ഇങ്ങനെ കൂടുന്നത്? ഓരോ രാജ്യത്തും ട്രാൻസ്പോർട്ടേഷനും വിമാനയാത്രയും ഒക്കെ കൂടുമ്പോൾ എങ്ങനെയാണ് കേസുകൾ കൂടുന്നത്? അടുത്ത സെക്കൻഡിൽ ബാധിക്കാം. എയർപോർട്ടുകൾ അതിൻ്റെ കേന്ദ്രം തന്നെയാണ്. പല ആളുകൾ പല ഭാഗത്തു നിന്നായി എന്നോ എടുത്ത റാപ്പിഡ് ടെസ്റ്റും എന്നോ എടുത്തിരിക്കുന്ന PCR ടെസ്റ്റ് നെഗറ്റീവുമായിട്ട് സമാധാനമായിട്ട് എങ്ങനെ വരാൻ പറ്റും? എവിടെ നിന്നെല്ലാം കിട്ടാം. നമ്മൾ സ്വാബ് കൊടുത്തിട്ട് അടുത്ത സെക്കൻഡിൽ ഏതെങ്കിലും പ്രതലത്തിൽ തൊട്ടിട്ട് പിന്നെ ആ കൈകൊണ്ട് മൂക്കിലേക്കും വായിലേക്കും കാതിലേക്കും കൊണ്ടുപോയിട്ട് വൈറസ് അകത്ത് കയറാമല്ലോ. അകത്ത് കയറിയിട്ട് 1-2 മണിക്കൂർ കൊണ്ട് ശ്വാസകോശത്തിലേക്ക് ഇറങ്ങിപ്പോയിട്ട് പെറ്റ് പെരുകാമല്ലോ. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. നമ്മൾ മുഖം മൂടി മാറ്റാതിരിക്കുക. മാസ്ക് ഏറ്റവും വലിയ ആവരണമാണ്. അത് മാത്രമേ രക്ഷയുള്ളൂ. അകന്ന് ജീവിക്കുക, മാസ്ക് ധരിക്കുക എന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ് ലോകാരോഗ്യ സംഘടന ഇപ്പോൾ പറയുന്നത്. നിങ്ങൾ വാക്സിനൊക്കെ വരുമ്പോൾ വന്നോട്ടെ, നിങ്ങളുടെ വാക്സിൻ മുഖാവരണമാണ്. ശ്രദ്ധിക്കുക. മറ്റൊരാളുടെ തുപ്പൽ, മൂക്ക് ചീറ്റൽ നിങ്ങളിലേക്ക് വരാതിരിക്കുക. നമ്മുടെ ഈ 2 കാര്യങ്ങളും മറ്റൊരാൾക്കും കൊടുക്കാതിരിക്കുക. നന്ദി. നല്ലത് വരട്ടെ.